54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രഖ്യാപനമായിരുന്നു നടന്നത്. മികച്ച നടനും നടിയും ആരാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമാ പ്രേമികൾ. മെഗാസ്റ്റാർ മമ്മൂട്ടിയും പൃഥ്വിരാജ് സുകുമാരനും അടക്കം നിരവധി താരങ്ങളാണ് മികച്ച നടനായി മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. ഒടുക്കം ആടുജീവിതത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജ് സ്വന്തമാക്കി. മികച്ച സിനിമയായി മമ്മൂട്ടിയെ നായകനാക്കി ജിയോ ബേബി ഒരുക്കിയ കാതലും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇരട്ടയാണ് മികച്ച രണ്ടാമത്തെ സിനിമ. നിരവധി പുരസ്കാരങ്ങളാണ് ആടുജീവിതം വാരി കൂട്ടിയിരിക്കുന്നത്. ആടുജീവിതത്തിലെ പ്രകടനത്തിന് KR ഗോകുലിനെ തേടി ജൂറിയുടെ പ്രത്യേക പരാമർശവും എത്തി. ആടുജീവിതത്തിലൂടെ സുനിൽ KS മികച്ച ഛായാഗ്രാഹകനുമായി. ബ്ലസ്ലിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ആടുജീവിതം. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ യഥാർത്ഥ കഥയെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമായിരുന്നു. മരുഭൂമിയിൽ അകപ്പെട്ടു പോയ നജീബ് മുഹമ്മദ് എന്ന കഥാപാത്രത്തെയായിരുന്നു പൃഥ്വിരാജ് അവതരിപ്പിച്ചത്. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ശരീരഭാരം കുറച്ച് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത മേക്ക് ഓവറിലേക്ക് പൃഥ്വിരാജ് എത്തിയത് വലിയ വാർത്തയായിരുന്നു. സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് നടത്തിയ കഷ്ടപ്പാടുകൾക്കുള്ള പ്രതിഫലമായിട്ടാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അംഗീകാരം നടനെ തേടി എത്തിയിരിക്കുന്നത്. മികച്ച നടനായുള്ള മത്സരത്തിൽ മുന്നിലുണ്ടായിരുന്നത് മമ്മൂട്ടിയും പൃഥ്വിരാജുമായിരുന്നു. പോയ വർഷം നൻപകൽ നേരത്തിലൂടെ മികച്ച നടനായിരുന്നു മമ്മൂട്ടി. ഇത്തവണ കാതൽ ദ കോർ, കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമകളുമായാണ് മമ്മൂട്ടി എത്തിയിരിക്കുന്നത്. ആടുജീവിതത്തിലെ പ്രകടനത്തിലൂടെയാണ് പൃഥ്വിരാജ് മത്സരത്തിന് എത്തിയിരുന്നത്. ഒടുവിൽ പൃഥ്വിയെ തേടി പുരസ്കാരം എത്തുകയായിരുന്നു. പൃഥ്വിയുടെ മൂന്നാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണിത്. ഉള്ളൊഴുക്കിലെ പ്രകടനത്തിലൂടെ ഉർവശിയും തടവ് എന്ന സിനിമയിലൂടെ ബീനാർ ചന്ദ്രനും മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിടും. ആടുജീവിതമാണ് ജനപ്രിയ സിനിമ. മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം വിജയരാഘവൻ നേടി. പൂക്കാലം എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പൊമ്പുളൈ ഒരുമൈ എന്ന സിനിമയിലൂടെ ശ്രീഷ്മ ചന്ദ്രൻ മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരവും നേടി. പ്രമുഖ സംവിധായകൻ സുധീർ മിശ്ര ചെയർമാനായ ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത്. വ്യക്തിഗത പ്രകടനം, സാങ്കേതിക, പ്രമേയ വൈവിധ്യം എന്നിവയിൽ ഊന്നിയാണ് ജൂറിയുടെ അവസാനഘട്ട ചർച്ചകൾ നടന്നത്. മികച്ച സിനിമകളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നത് ബ്ലസ്ലിയുടെ ആടുജീവിതവും ജിയോ ബേബിയുടെ കാതലും ജൂഡ് ആന്റണി ജോസഫിന്റെ 2018 ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്കുമൊക്കെയായിരുന്നു. ഒടുവിൽ പുരസ്കാരം കാതലിലേക്ക് എത്തി. 160 സിനിമകളായിരുന്നു ഇത്തവണ മത്സര രംഗത്തുണ്ടായിരുന്നത്. ഇതിൽ ഭൂരിഭാഗം സിനിമകളും റിലീസ് ചെയ്തിട്ടില്ല. മോഹൻലാൽ ചിത്രം നേര്, സുരേഷ് ഗോപി, ബിജു മേനോൻ സിനിമ ഗരുഡൻ തുടങ്ങിയ സിനിമകളും മത്സര രംഗത്തുണ്ടായിരുന്നു. ഫാലിമി, പൂക്കാലം, ശേഷം മൈക്കിൾ ഫാത്തിമ, ഗഗനചാരി, പ്രണയവിലാസം, കഠിന കഠോരം, ഈ അണ്ടകടാഹം, നെയ്മർ, ഒറ്റ് തുടങ്ങിയ സിനിമകളും പരിഗണിക്കപ്പെട്ടിരുന്നു.